മാന്നാർ കുരട്ടിക്കാട് മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞവും ഉത്രട്ടാതി മഹോത്സവവും ഫെബ്രുവരി 3 വരെ നടക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ പൂജകളും ചടങ്ങുകളും നടക്കും. മാന്നാർ കുരട്ടിക്കാട് മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞവും ഉത്രട്ടാതി മഹോത്സവവും ഫെബ്രുവരി 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരേഷ് പട്ടതിരിപ്പാട് ഭദ്രദൈവം തെളിച്ച് നമ്മുടെ നവാഹത്തിന്റെ തുടക്കം കുറിച്ചത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും മറ്റ് കാര്യങ്ങളും, വൈകിട്ടാണെങ്കിൽ ദീപാരാധന, യജ്ഞാഞ്ജലിയുടെ പ്രഭാഷണം, അങ്ങനെ എല്ലാ ദിവസവും നടന്നു വരികയാണ്. 9 ദിവസവും നടന്നു വരികയാണ്. അതിനിടയ്ക്ക് യജ്ഞവേദിയിൽ മൃത്യുഞ്ജയ ഹോമം, അതുപോലെ അർച്ചനകള്, കാര്യങ്ങള് എല്ലാം പടിപടിയായി നടക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ 27, 28 ദിവസങ്ങളിൽ എന്നീ ദിവസങ്ങളിൽ പറയെടുപ്പ്. ആദ്യം പറയെടുക്കുന്നത് നമ്മുടെ എല്ലാ വർഷവും കൈനീട്ട പറയ സ്വീകരിക്കുന്നത് കാട്ടിലത്തെ അയ്യപ്പനാശാരിയുടെ ഭവനത്തിൽ നിന്ന് എല്ലാ വർഷവും തുടക്കം അവിടുന്ന് കൈനീട്ട പറ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പറയെടുത്തുകൊണ്ട് നമ്മുടെ കുരട്ടിക്കാടിൻ്റെ തെല്ലിക്കഴക ഭാഗം പുളിക്കാശ്ശേരി തിരുക്കല്യാണമാണ്. താലപ്പൊലി തിരുക്കല്യാണം കൂടെ ചേർന്ന് വൈകിട്ട് 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊട്ടയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ കണ്ണങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടുത്തെ സ്വീകരണം വാങ്ങിക്കൊണ്ട് നമ്മൾ സ്റ്റോർ ജംഗ്ഷന് പാട്ടമ്പലം ദേവീക്ഷേത്രം വഴി നമ്മുടെ വല്യക്ഷൻ ക്ഷേത്രം വഴി നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉത്രട്ടാതി മഹോത്സവം 11-ാം ദിവസമായ ഫെബ്രുവരി 3-ാം തീയതി മഹാദിവേദ്യം, അത് 3-നാണ്. അത് കഴിഞ്ഞ ഉടനെ രാവിലെ 6:30 മുതൽ പൊങ്കൽ നിവേദ്യം. അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഉള്ള ഗ്രൗണ്ടിൽ അത് എല്ലാ വർഷം പോലെ പൊങ്കൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ 7 മണി മുതൽ പൊങ്കൽ കഴിഞ്ഞ് 7:30 പൊങ്കൽ നിവേദ്യം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിൽപ്പാട്ട് തുടങ്ങുന്നത്. 8 മണി മുതൽ വിൽപ്പാട്ടുണ്ട്. വിൽപ്പാട്ട് ഉമാമഹേശ്വരി വിൽപ്പാട്ട് സമിതി കുരട്ടിക്കാടാണ്. തുടർന്ന് നമ്മുടെ മുരുക ക്ഷേത്രത്തിലെ ഷഷ്ടി പൂജ 9-ന് ആരംഭിക്കും. അന്ന് ഷഷ്ടിയുടെ ആയതുകൊണ്ട് അതിൻ്റെ ഷഷ്ടി പൂജയും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മഞ്ഞനീരാട്ടിലേക്ക് ഉള്ള കാര്യങ്ങൾ അടുപ്പിക്കുന്നത്. ഷഷ്ടി കഴിഞ്ഞ ഉടനെ മഞ്ഞനീരാട്ടാണ്. 10 മുതൽ മഞ്ഞൾ വഴിപാടുകാരുടെയൊക്കെ മഞ്ഞൾ സമർപ്പണവും കാര്യങ്ങളുമായിട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് 10 മണിക്ക് 3 വരെയുള്ള ദിവസങ്ങളിൽ ദേവി ഭാഗവത പാരായണം, ആചാര്യ പ്രഭാഷണം, പ്രസാദമൂട്ട്, മഹാമൃത്യുഞ്ജയ ഹോമം, പാർവതി പരിണയ ഘോഷയാത്ര എന്നിവ നടക്കും. 24-ാം തീയതി വൈകിട്ട് 3:30-ന് അവഭൃത സ്നാന ഘോഷയാത്ര നടത്തും. 6 മണിക്ക് കുങ്കുമ കലശാഭിഷേകം, 8 മണിക്ക് ദീപാരാധന എന്നിവയോടുകൂടി നവാഹയജ്ഞം സമാപിക്കും. ഫെബ്രുവരി 3 വരെ നടക്കുന്ന ഉത്രട്ടാതി മഹോത്സവത്തിൽ 27-ന് രാവിലെ 8:30 മുതൽ പറക്കെഴുന്നള്ളത്ത് ആരംഭിക്കും. ഫെബ്രുവരി 1-ന് വൈകിട്ട് 4 മണിക്ക് താലപ്പൊലി വരവ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. 6:30-ന് തിരുമംഗല്യതാലം സമർപ്പണം. ഫെബ്രുവരി 2-ന് രാവിലെ 10 മണിക്ക് കുംഭക്കുടം കാവടി വരവ്, തുടർന്ന് നവകം, കുംഭക്കുടം അഭിഷേകം, കാവടി അഭിഷേകം, സേവ, തിരുവാതിര, കരകം ആറാടി വരവ്. ഫെബ്രുവരി 3-ന് പുലർച്ചെ 3 മണിക്ക് മഹാനിവേദ്യം, തുടർന്ന് പൊങ്കൽ നിവേദ്യം, വിൽപ്പാട്ട്, ഷഷ്ടിപൂജ, മഞ്ഞൾ സമർപ്പണം എന്നിവയും നടക്കും. 10-ാം തീയതി മഞ്ഞൾ നീരാട്ട് നടക്കും. ഗുരുതി പൂജ, മഹാപ്രസാദമൂട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. ക്ഷേത്രതന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് പട്ടതിരിപ്പാട്, മുത്താരമ്മൻ ദേവീക്ഷേത്രം മേൽശാന്തി ആൽക്കിടായിൽ പുത്തൻമഠം വാസുദേവൻ നമ്പൂതിരി, മാടസ്വാമി ക്ഷേത്ര മേൽശാന്തി കൃഷ്ണശർമ്മ, ക്ഷേത്രാചാര്യൻ പളനി ആചാരി, യജ്ഞാചാര്യൻ അമൃതം ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് AK ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി കമലാനാഥൻ, ട്രഷറർ മണിക്കുട്ടൻ തെല്ലി കിഴക്കതിൽ, കമ്മിറ്റി അംഗം ശിവൻ പ്ലാമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.